സഹൃദയരെ, സ്നേഹിതരെ, തൂക്കുപാലത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി വീതികളിലും ഷോപ്പുകളിലും അവിടെ ഇവിടങ്ങളിലുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഏക ലോക രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള പ്രഭാത വന്ദനം പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം നിങ്ങൾ സുവിശേഷത്തിന്റെ സന്ദേശം ശ്രവിച്ചിട്ടുള്ളവരാണെങ്കിലും തദ്ദേശവാസികളായ നിങ്ങളോട് അനുഗ്രഹീതമായ സന്ദേശം വളരെ കാച്ചിക്കുടിയ വാക്കുകൾ അനുസ്മരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം അരങ്ങേറി. ആ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഒരു മനുഷ്യ ശിശുവായി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, അതും പുരുഷബന്ധം കൂടാതെ ഈ ഭൂമിയിൽ ഭൂജാതനായി. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം അതിനു മുമ്പോ അതിനു ശേഷമോ ആവർത്തിക്കപ്പെട്ടില്ല. ചരിത്രത്തിന് നാഴികക്കല്ലായി വിശ്വചരിത്രത്തിലെ ഏറ്റവും അതിശയ വിഷയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആകസ്മികമായ സംഭവം ചരിത്രത്തിൽ അരങ്ങേറിയിട്ട് 20 നൂറ്റാണ്ടുകൾ പിന്നിടും. 1969 ജൂലൈ മാസം 20-ാം തീയതി അമേരിക്കയുടെ അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ 3 ഗഗനസഞ്ചാരികൾ ആകാശത്തിന്റെ അയറായിലേക്ക് പറന്നുയർന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി അവിടെ അവരുടെ കാർ ഓടിച്ചു. അമേരിക്കയുടെ ദേശീയ പതാക അമേരിക്കയുടെ മണൽ നാട്ടി കേണൽ ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഗഗനസഞ്ചാരി അവിടെ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് വളരെ പരിമിതമായ ചില വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചയുടെ എന്ന് ഒരു പക്ഷേ ഈ നേട്ടത്തെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇതിനേക്കാൾ അധികം മനുഷ്യനെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന, ഇതിനേക്കാൾ ഏറ്റവും അധികം മനുഷ്യനെ വിസ്മയത്തിലാക്കുന്ന ഒരു മഹാസംഭവം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന്റെ പേരാണ് സർവ സൃഷ്ടിയുടെയും കാരണഭൂതനായ ദൈവം തമ്പുരാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത്. ലോകമെമ്പാടും പ്രശാന്ത സുന്ദരമായിരുന്ന ഈ കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിൽ ക്രിസ്തുമസിന്റെ ചടുലമായിരുന്ന ആഘോഷ തിമിർപ്പിൽ അരങ്ങേറുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും യേശുക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഡിസംബർ 25-നോടത്ത് വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെ മനുഷ്യൻ ഓർക്കുന്നു. ഞങ്ങളാകെ ഇതിന്റെ ആഘോഷം പങ്കിടുവാനല്ല വന്നത്, മറിച്ച് ക്രിസ്തുമസിന്റെ സന്ദേശം എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കുവാനാണ്. ആ സന്ദേശമാണ് പരിമിതമായ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ ക്രിസ്തുമസിന്റെ സന്ദേശം? അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ധനികനായ ഒരു വേദപണ്ഡിതൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗലാത്യയിലുള്ള ഒരുപറ്റം വിശ്വാസികളടങ്ങിയ ഒരു സഭയ്ക്ക് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന് 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചു വെച്ചു: എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്? 4 കുറിപ്പുകൾ മാത്രം ഞങ്ങൾ പരിമിതമായ വാക്കിൽ പറഞ്ഞ് ഈ സ്ഥലത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും. അടുത്ത ജംഗ്ഷനിലേക്ക് പോകും. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ വന്നത്? ഒന്ന്, കർത്താവായ യേശു ലോകത്തിൽ വന്നത് പാപികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവം തമ്പുരാനെ കാണിച്ചു കൊടുക്കുവാനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് പുറപ്പാട് പുസ്തകം 30-ൽ മോശയോട് ദൈവം പറഞ്ഞത്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ പ്രപഞ്ചത്തിന്റെ അകത്ത് തപ്പി നോക്കിയാൽ കാണാൻ കഴിയില്ല എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മസ്തിഷ്കബലനായ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു. അദ്ദേഹം അതേനായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെയ്യുന്നു. പട്ടണം മുഴുവൻ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. എഫദ്രൂസ് എന്ന് പറയുന്ന പ്രശസ്തനായ വേദപണ്ഡിതാവ് പറയുന്നു, പട്ടണത്തിനകത്ത് 33 കോടിയിലധികം വിഗ്രഹങ്ങൾ വിവിധ നിലയിൽ ദേവന്മാർ ദേവിമാർ എന്ന നിലയിൽ അവർ നാട്ടിവെച്ചിരുന്നു. അതിന്റെ എല്ലാം നടുവില് അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ലും കണ്ടു. ഈ അജ്ഞാത ദേവൻ എന്ന വേദിക്കലിനെ അടിസ്ഥാനമാക്കി പ്രപഞ്ചകാരകനായ ഈശ്വരനെ സംബന്ധിച്ച് പൗലോസ് ആ പട്ടണത്തിൽ പ്രസംഗിച്ചു. അരയോപക അധിപതി ഉൾപ്പെടെ തത്വശാസ്ത്രികളായ പല ആളുകളും
കർത്താവായ യേശു മുഖാന്തരം സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്തുവാൻ ആ പ്രഭാഷണം കാരണമായി തീർന്നു. അദ്ദേഹം അവിടെ പറയുകയാണ്, മനുഷ്യന്റെ കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല, മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല. പിന്നെ ആരാണ് ദൈവം? അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണ്. 2, ദൈവം സകലത്തിന്റെയും സംരക്ഷകനാണ്. ദൈവം സകലനെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ്. 4, ദൈവം സകല ആളുകൾക്കും ഭക്ഷണവും വായുവും വെള്ളവും വസ്ത്രവും ജീവിത സാഹചര്യങ്ങളും നൽകുന്നവരാണ്. ദൈവം സകലത്തെയും രക്ഷിക്കുന്നവരാണ്. 6, ദൈവം ഒരു നാളിൽ ഈ മനുഷ്യനെ ന്യായം വിധിച്ച് ഒരു കൂട്ടം ആളുകളെ നിത്യശിക്ഷാവിധിയിലേക്കും വേറൊരു കൂട്ടം ആളുകളെ നിത്യജീവനിലേക്ക് നയിക്കുന്നവരാണ്. സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു പ്രതിച്ഛായ പരിമിതമായ വാക്കുകൾ അപ്പോസ്തലനായ പൗലോസ് അതേതിരെ വരച്ചു കാണിച്ചു. പ്രിയമുള്ളവരെ, പാപികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തെ പ്രകടമായി കാണിച്ചു കൊടുക്കുവാൻ കാലത്തിന്റെ ദൈവം കന്യകയുടെ സുതനായി ലോകത്തിൽ അവതരിച്ച ഏക രക്ഷിതാവാണ് കർത്താവായ യേശു. യേശുവിനെ അനുഗമിച്ച അടിമ ശിഷ്യന്മാരിൽ ഒരുത്തനായ ഫിലിപ്പോസ് യേശുവിനോട് ഇപ്രകാരം ചോദിച്ചു, കർത്താവ്, ഞങ്ങൾ പടക് വിട്ട്, അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, വീട്ടുകാരെ വിട്ട്, സകല ജീവ സാഹചര്യങ്ങളെയും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞങ്ങൾ താലോലിച്ചുകൊണ്ടിരുന്ന ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? യേശു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവായ ദൈവത്തെ കാണിച്ചു തരണം. യേശു മറുപടി പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യോഹന്നാൻ സുവിശേഷൻ ഇപ്രകാരം എഴുതുകയാണ്, വചനം ജഡധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ ദേശ് പിതാവെന്നുള്ള ഏകജാതനായവന്റെ ദേശായി കണ്ടു. തൂക്കുപാലത്തിന്റെ പരിസരങ്ങളിലായി ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ 1-ാമത്തെ ഉദ്ദേശം ഭാവികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധനായ ദൈവം ഭാവികളായ മനുഷ്യവർഗത്തിന് ഒരു രക്ഷിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. 2, യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ 2-ാമത്തെ ലക്ഷ്യം ഭാവിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിലുള്ള വിടവ് എന്നേക്കുമായി നികത്തുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുതലിയായി തീർന്ന മനുഷ്യപുത്രനായ ക്രിസ്തുയേശു തന്നെ. പ്രിയമുള്ളവരെ, പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ പരസ്പരം വേർപെടുത്തിയിരുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിന്റെ പേരാണ് പാപം. അതേക്കുറിച്ച് കൂടുതലായി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഒറ്റവാക്കിൽ പൗലോസ് ഇപ്രകാരം അദ്ദേഹം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി തീർന്നു. റോമർ 3:23. അതേ ലേഖനത്തിന്റെ 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുക, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ പരസ്പരം വേർതിരിച്ച് നൂറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന പാപം എന്ന് പറയുന്ന മഹാശാപം, പാപം എന്ന് പറയുന്ന മഹാഭിത്തി, ആ വലിയ വിടവ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നികത്തുവാൻ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഒരു പാലം സമാനമായി സ്വർഗത്തെയും ഭൂമിയെയും പരസ്പരം തീർത്തിരിക്കുവാൻ, പാപിയെയും ദൈവത്തെയും പരസ്പരം നിരപ്പിക്കുവാൻ കാലത്തിന്റെ തികവെങ്കിൽ ലോകത്തിൽ അവതരിച്ച അവതാര പുരുഷനാണ് കർത്താവായ യേശു. 3, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ 3-ാമത്തെ ലക്ഷ്യം മാനവജാതിക്ക് രക്ഷ ഒരുക്കുക. എബ്രായർ എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് പറയുക, എന്നാൽ ലോകാവസാനത്തിൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പ്രിയമുള്ളവരെ, 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി 2000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ 3-ാമത്തെ കാരണം ഭാവിയായ മനുഷ്യനെ പാപത്തിന്റെ ഭയാനകമായ ശിക്ഷാവിധിയായി നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ ഒരു ഉദ്ദേശം കൂടെ റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. അദ്ദേഹം പറയുന്നു, സകല സൃഷ്ടിയെയും ദൈവത്തിലേക്ക് നിരപ്പിക്കുക. ഞാൻ എന്റെ വാക്കുകളോട് ശ്രദ്ധിക്കുക. 1, യേശു ക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ 1-ാമത്തെ കാരണം
പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക. യേശു ക്രിസ്തു പരിശുദ്ധനായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി. ക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ മുഖാന്തരമില്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചെല്ലുവാൻ സാധിക്കുകയില്ല. 2, പാപിയും പരിശുദ്ധനായ ദൈവത്തെയും പരസ്പരം വേർപെടുത്തിയില്ല. വേർപാടിന്റെ ചുവര് ഇടിച്ചു കളയുക. എഫേസ്യർക്കെതിരെയും 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ എന്തെങ്കിലും ക്രൂശിന്റെ ശത്രുത്വം നീക്കി വേർപാടിന് നടിച്ചുവര് ഇടിച്ചു കളഞ്ഞു. ഇരുപക്ഷത്തെ ഈ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു. 3, പാപിയായ മനുഷ്യന് രക്ഷയൊരുക്കുക, ആത്മരക്ഷയൊരുക്കുക. കർത്താവായ യേശുവിന്റെ കാൽവല്ലെ മരണത്താൽ ആ വിലയേറിയ കാര്യം യേശു ക്രിസ്തു സാധിപ്പിച്ചു. വേദപുസ്തകത്തിൽ പ്രകാരം പറയുന്നു, ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയിലെ വേദനയിൽ ഒരു കുരുത്തത്തിൽ നവജാത ശിശുവായി അവതരിച്ച ലോകരക്ഷകനായ കർത്താവായ യേശു 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ അന്നത്തെ റോമൻ ഗവർണറായ പീലാത്തോസിന്റെ ചോദ്യത്തിന് മുമ്പാകെ പരസ്യമായി വിസ്തരിക്കപ്പെട്ട് പാപരയിൽ നിന്ന് പരസ്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടു. ഭാര്യവേലി മലക്കുരിശി മത്തി അവനെ കാലിലെ ഗോകുലയിലേക്ക് പതയിച്ചു. 2 കള്ളന്മാർ നടുവിൽ അവൻ ഘോഷിക്കപ്പെട്ടു. സകല മനുഷ്യന്റെയും മുമ്പാകെ നല്ല സാക്ഷ്യം പ്രാപിച്ച കർത്താവായ യേശു നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവല്ലിലെ കൊലകളത്തിൽ മരിച്ചു. 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. ആ യേശു ക്രിസ്തു ഇപ്രകാരം പരസ്യമായി പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവർ ഏവരും അവൻ മരിച്ചാലും ജീവിക്കും. പാപിയായ മനുഷ്യന് പാപത്തിന്റെ ഫലമായി നിത്യമരണത്തിൽ നിന്ന് ശാശ്വതമായി വിടുതൽ പ്രഖ്യാപിച്ചുകൊണ്ട് അവന് നിത്യജീവനെ പ്രദാനം ചെയ്തുകൊണ്ട് വാഗ്ദത്തം ചെയ്തുകൊണ്ട് കർത്താവായ യേശു മരിച്ചുവെന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. 4-ാമത്തെ ലക്ഷ്യമായി പറഞ്ഞത് സർവസൃഷ്ടിയെയും ദൈവത്തോടെ നിരപ്പിക്കുക എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ 5 വൻകരകളിൽ ഈ ആഴ്ചയിൽ അനേകായിരം സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് കവലകളിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ഹൃദയത്തിലും ജീവിതത്തിലും ഉൾക്കൊണ്ട വീണ്ടും ജനാനുഭവം പ്രാപിച്ച ആളുകൾ പരസ്യമായി വിളിച്ചു പറയുന്ന സന്ദേശം ഇതാണ്. അത് രക്ഷയുടെ സന്ദേശം. കർത്താവായ യേശു ലോകത്തിൽ വന്നത് പാപികളായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശാശ്വതമായ പരിഹാരം വരുത്തുവാനാണ്. ക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തിന്റെ ഏതെങ്കിലും മാലാഖമാരികൾ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മുഖത്തും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, സമാധാനമറ്റവരായി കഴിയുന്ന മനുഷ്യവർഗത്തിന് ശാശ്വതമായ സമാധാനവും ശാന്തിയും അവരുടെ ജീവിതങ്ങളിൽ അനുഭവമാക്കുവാൻ കർത്താവായ യേശു ലോകത്തിന്റെ ഏകരക്ഷകനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് മഹാപുരുഷാരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതേ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് ശാശ്വതമായ നിരപ്പ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹമായ ഭാവിയുടെ ശുഭവേറിയ പ്രത്യാശ. ഇന്നുവരെയും ഈ പ്രത്യാശ ജീവിതത്തിൽ പ്രാപിക്കാത്തവരായി, പാപബോധം പ്രാപിക്കാത്തവരായി, രക്ഷകനായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ക്ഷേമം കർത്താവായി കൈക്കൊള്ളാത്തവരായി, ഇന്നുവരെയും ജീവിതത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എല്ലാ മാർഗങ്ങളും അവലംബിച്ചിട്ടും നിരാശ മാത്രം മിച്ചം നിൽക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരെതിരാതെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നസറേയനായ യേശു ക്രിസ്തു നിങ്ങളുടെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നിങ്ങളുടെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ലോകത്തിൽ ജീവിച്ചത്. നിങ്ങളുടെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് താങ്കളുടെ കൊലകടത്തിൽ അറുക്കപ്പെട്ടത്. നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അരുമത്തിലെ യോസേഫിന്റെ കഥയുണ്ട്. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സൗജന്യമായ നീതീകരണം, സൗജന്യമായ രക്ഷ, സൗജന്യമായ സമാധാനം, സമൃദ്ധമായ ഒരു ജീവിതം. ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരായ ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വൈവിധ്യ വേദനകളായിരുന്ന ആളുകളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഭാസുരമായ ഒരു പ്രത്യാശയുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. മരണത്തെ ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല. അതുകൊണ്ടാണ് എവിടെയും നിന്ന് ഞങ്ങൾ ഈ സന്തോഷവാദം കൺക്ഷോഭം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾക്ക് ഞാൻ ഒരു ഗ്രാമം കുറിക്കട്ടെ.
കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരിക. ഇതൊരു മതപ്രസംഗമല്ല, മതപരിവർത്തന പ്രസംഗവുമല്ല, മനപരിവർത്തന പ്രസംഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കണം. പരിപാലിക്കുന്ന നിത്യമായ ശിക്ഷാവിധിയെ, നരകശിക്ഷാവിധിയെ നിങ്ങൾ ഒഴിഞ്ഞ് നിത്യജീവൻ നിങ്ങൾ അവകാശിയായി ചെയ്യണം. അതെങ്ങനെ സാധിക്കും എന്നാണ് ഞങ്ങൾ നിങ്ങളോട് ചുരുക്കമാക്കി പറഞ്ഞത്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ രക്തം മനുഷ്യന്റെ സർവ്വഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു വേദവാക്യം കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത് ദൈവം അവരെ നൽകുവാനോളം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിന്റെ ഉദയമാണ് യഹൂദയിലെ വേദനകൾ കാണുന്നത്. ദൈവസ്നേഹത്തിന്റെ പരസ്യമായ പ്രകടനമാണ് കാൽവരിയിലെ ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രന്റെ ബലിമരണത്തിൽ ദൈവം പ്രദർശിപ്പിച്ചത്. അവന്റെ പുനരുദ്ധാനത്തിൽ മാനവജാതിയുടെ സമ്പൂർണമായ രക്ഷയുടെ പ്രദർശനം ദൈവം സാധ്യമാക്കി. ഈ യേശു ക്രിസ്തുവിലേക്ക് വരിക, വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ യഹൂദയിലെ വേദനകളുടെ കുഴിത്തെടുത്തിൽ ശിശുവായി ജനിച്ച യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ ജനിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങളുടെ പാപങ്ങൾ ബോധിക്കപ്പെടും. നിങ്ങൾക്ക് ഭാസുരമായ ഒരു ഭാവി ഉണ്ടാകും. ശുഭകരമായ ഒരു പുനർവസത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയോടെ നിങ്ങൾക്ക് സാധിക്കും. അതിനായി ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സംഗതിയാക്കട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ലഘുവായ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം ബഹുമാനപ്പെടുമാറാകട്ടെ.